ഹേ ഗായ്സ്, BCUട്സിലേക്ക് അവർക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം BC. ഗോഡ്സില്ല എക്സ് കോങ് ദ ന്യൂ എംപയർ എന്ന സിനിമയുടെ സെക്കൻഡ് ട്രെയിലർ റിലീസായിരിക്കുകയാണ്. എല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അഫ്കോഴ്സ് ഇന്ന് വന്നിരിക്കുന്ന ട്രെയിലർ ബ്രേക്ക് ഡൗണുമായിട്ടാണ്. ഏകദേശം 3 മിനിറ്റ് ട്രെയിലറാണ് തന്നിരിക്കുന്നത്. ഏകദേശം സിനിമയുടെ കഥ എന്താണെന്ന് ട്രെയിലർ കണ്ടാൽ മനസ്സിലാവും. ആ തരത്തിലുള്ള ട്രെയിലർ ആയിരുന്നു. ആൻഡ് ഈ ഒരു സിനിമ നോക്കുകയാണെങ്കിൽ വിഷ്വൽ ട്രീറ്റ് ആണ് ആക്ച്വലി. ഒക്കെയാണെങ്കിൽ തിയേറ്ററിൽ പോയിരുന്ന അമ്മാതിരിയുള്ള ഒരുപാട് കാര്യങ്ങൾ സിനിമയ്ക്കകത്ത് ഉണ്ട് എന്ന് തന്നെ പറയാൻ പറ്റും. സോ ഈ ട്രെയിലറിൽ എന്തൊക്കെയാണ് പറയാൻ നമുക്ക് നോക്കിയാലോ. ഗോഡ്സില്ല എക്സ് കോങ് ദ ന്യൂ എംപയർ ട്രെയിലറിൻ്റെ ഓപ്പണിംഗ് സീൻ തന്നെ നോക്കുകയാണെങ്കിൽ ഈജിപ്റ്റാണ് കാണിക്കുന്നത്, പിരമിഡ് കാണിക്കുന്നുണ്ട്. ആൻഡ് ആ ഗ്രൗണ്ട് പൊളന്നുകൊണ്ട് നമ്മളുടെ കോങ്ങിൻ്റെ എൻട്രി, കോങ്ങിൻ്റെ കൂടെ നോക്കുകയാണെങ്കിൽ ഈ സിനിമയുടെ വില്ലൻ എന്നറിയപ്പെടുന്ന ഷീമോ എന്ന് പറയുന്ന ആ ഒരു ടൈറ്റൻ പുറത്ത് വരുന്നുണ്ട്. നമുക്ക് പൂർണ്ണമായിട്ട് കാണാൻ പറ്റില്ല, ചെറിയൊരു ഗ്ലിംസ് മാത്രമേ കിട്ടുന്നുള്ളൂ. നമുക്കൊരു വൈറ്റ് കളർ പവർ സോഴ്സും അതുപോലെ തന്നെ അതിൻ്റെ മേളിൽ നിൽക്കുന്ന സ്പൈക്കും കാണാൻ കഴിയുന്നുണ്ട്. നമ്മളുടെ കോങ് തറ പൊളിച്ചാണ് വരുന്നതെങ്കിൽ നമ്മളുടെ ഗോഡ്സില്ല വെള്ളത്തിനെ കീറി മുറിച്ചാണ് വരുന്നത്. വരുന്ന വഴിക്കുള്ള പാലുമൊക്കെ പുള്ളി ഇങ്ങനെ ഇടിച്ച് മറിഞ്ഞങ്ങ് കയറി ഇങ്ങ് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓഫ് കോഴ്സ് നമുക്ക് ഈ ഒരു ട്രെയിലറിൻ്റെ അകത്ത് നോക്കി നമ്മുടെ സ്കാർക്കിങ്ങിനും നമ്മളുടെ കോങ്ങിനും നിന്ന ഫൈറ്റൊക്കെ വളരെ മനോഹരമായിട്ട് കാണുന്നുണ്ട്. ഈ ട്രെയിലറിൻ്റെ അകത്ത് എല്ലാം തന്നെ നമ്മുടെ കോങ് ആക്ച്വലി ഭയങ്കര പേടിച്ച് നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് എസ്പെഷ്യലി നോക്കുകയാണെങ്കിൽ പേടി, നമ്മളുടെ കോങ്ങിൻ്റെ മുഖത്തെ പേടി കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഈ ഒരു സീനിൻ്റെ അകത്ത് നമ്മളെ സ്കാർക്കിങ്ങിനും നമ്മളെ കോങ്ങിനും നോക്കുകയാണെങ്കിൽ ഒരു കോങ് പിറ്റിൻ്റെ അകത്ത് അവിടെ എല്ലാ കുരങ്ങന്മാരും ഉണ്ട്. അവിടെ ഒരു ഫൈറ്റ് കിടക്കുമ്പോൾ കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ച് കുരങ്ങന്മാർ ആക്ച്വലി സ്കാർക്കിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്, കുറച്ച് പേരായിരിക്കും സ്കാർക്കിങ്ങിനെ ഒപ്പോസ് ചെയ്യുന്നത്. കാരണം സ്കാറിന് വേണ്ടി കൈയിടിക്കുന്ന കുരങ്ങന്മാരെ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ആ ഒരു സമയത്ത് നോക്കി നമ്മളെ സ്കാർക്കിങ് ആ ഒരു വിപ്പ്, ആ ഒരു ബോൺ വിപ്പ് വെച്ച് നമ്മളെ കോങ്ങിൻ്റെ കയ്യെ പരിക്കേൽവിയും കൂടെ കാണിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് എത്ര പേർ ശ്രദ്ധിച്ചു എന്നറിയില്ല, കഴിഞ്ഞ ട്രെയിലറിൽ നോക്കിയാണെങ്കിൽ പിറ്റിൻ്റെ സെൻട്രലായിട്ട് ഒരു ലാവ ഒഴുകും പോലെ കാണിക്കുന്നുണ്ട്. ആ ലാവ ഒഴുകുന്നതിൻ്റെ ബാക്കിലൊരു ഗുഹയാണ്. ആ ഗുഹയ്ക്കകത്താണ് ആക്ച്വലി നോക്കുകയാണെങ്കിൽ നമ്മളുടെ ആ ഷിമോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടൈറ്റനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു ടൈറ്റൻ നോക്കിയാൽ ഐസിൻ്റെ പവറുള്ള ടൈറ്റനാണ്. ആ ഒരു ടൈറ്റനെ ലാവ കൊണ്ടൊരു കേജിൻ്റെ അകത്ത് അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആലോചിച്ച് നോക്കുക ഈ സ്കാർക്കിങ് എന്ന് പറയുന്ന കുരങ്ങിന് എന്തുമാത്രം ബുദ്ധിയുണ്ട് എന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഷിമോ എന്ന് പറയുന്ന ആ ഒരു ടൈറ്റൻ നോക്കുകയാണെങ്കിൽ ബില്യൺ ഇയേഴ്സ് ഏജുള്ള ഫസ്റ്റ് ഐസ് ഏജ് ക്രിയേറ്റ് ചെയ്ത ഒരു ടൈറ്റനാണ്. ടൈറ്റൻസിൻ്റെ ഗോഡ് ഫാദർ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ടൈറ്റനാണത്. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പവറുള്ളൊരു ക്യാരക്ടറായിട്ടാണ് സ്കാർക്കിങ് വരുന്നത്. സോ ഇവരെ പ്ലാൻ എന്താണെന്ന് ക്ലിയർ ആയിട്ട് നമുക്കറിയത്തില്ല. മേ ബി രണ്ടാമത്തെ ഒരു ഐസ് ഏജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആയിരിക്കാം. കാരണം ഒരു സ്പെസിഫിക് സീനിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഷീമു നമ്മളുടെ വെള്ളത്തിനെയും ആകാശത്തിനെയും നോക്കുകയാണെങ്കിൽ ഐസ് ബ്ലാസ്റ്റ് ചെയ്യുമ്പോൾ ഒരു സീന് വന്നിട്ടുണ്ടാവും ട്രെയിലറിൻ്റെ അത്. എത്ര പേർ ശ്രദ്ധിച്ചെന്നുള്ള കാര്യം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ ഒരു സീമത്തിൽ നമ്മളുടെ സ്കാർക്കിങ്ങിൻ്റെ ഐസും നമ്മളുടെ ഷീമുവിൻ്റെ ഐസും കൂടെ മെർജ് ചെയ്ത് കാണിച്ചിട്ടുണ്ടാവും. ഈ സ്ഥലത്ത് നമ്മളുടെ ആ ഷീമുവിൻ്റെ ഐസ് കാണാൻ നേരത്ത് നമ്മളുടെ കോങ്ങിൻ്റെ മുഖത്തുള്ള പേടി വളരെ വലുത് തന്നെയാണ്. ആൻഡ് ഗോഡ്സില്ലയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു സിനിമയ്ക്കകത്ത് ഗോഡ്സില്ല ഓരോ സമയത്തും എവോൾവ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. ഒരു സ്പെസിഫിക് സീനിൽ നോക്കുകയാണെങ്കിൽ ഗോഡ്സില്ല തൻ്റെ പുറത്തുള്ള ആ ഒരു പവർ നോക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. അറ്റോമിക് പവറിനെ ഫുള്ളായിട്ട് റിലീസ് ചെയ്യുമ്പോൾ കാണിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗോഡ്സില്ല ഇതിന് മുമ്പ് അങ്ങനെ റിലീസ് ചെയ്തത് കിങ് ഓഫ് മോൺസ്റ്റേഴ്സിലാണ്. അതിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ ഫയർ ഗോഡ്സില്ല ആയിട്ടായിരിക്കും ആ ഒരു പവർ പുറത്ത് വിട്ടിട്ടുണ്ടാവുക. പക്ഷേ ഇതിൻ്റെ അകത്ത് ബ്ലൂ കളർ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഭയങ്കര എനർജി അദ്ദേഹത്തിൻ്റെ ദേഹത്തൂടെ പോകുന്നുണ്ട്. നോക്കുകയാണെങ്കിൽ വെള്ളമൊക്കെ ഇങ്ങനെ കൊതിക്കും, ചൂടാകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സോ ഞാൻ വിചാരിക്കുന്നത്, എൻ്റെ ഒരു തിയറിയാണ്, നമ്മളെ സ്കാർക്കിങ്ങിന് ഷീമുവിനെ പോലെ ഒരു ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ടൈറ്റനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ഗോഡ്സിലെ കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരിക്കുമോ? ഒരു കുറച്ച് സമയമെങ്കിലും നമ്മളെ ഗോഡ്സിലെ കൺട്രോൾ എടുക്കാൻ പറ്റുമായിരിക്കും നമ്മളെ സ്കാർക്കിങ്ങിനെ കൊണ്ട്. കാരണം ഒരു സീനിൻ്റെ അകത്ത് നമ്മളുടെ ആ പിങ്ക് പവർ കിട്ടിയ ഗോഡ്സിൽ നോക്കുകയാണെങ്കിൽ നമ്മളെ കോങ്ങിനെ അറ്റാക്ക് ചെയ്യും പോലെ കാണിക്കുന്നുണ്ട്. സോ ഇവർ തമ്മിൽ കണ്ടാൽ പിടിക്കില്ല. സോ അതുകൊണ്ട് അറ്റാക്ക് ചെയ്തോണോ നമുക്ക് അറിയത്തില്ല. മേ ബി എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഒരു ചെറിയ സമയത്തേക്ക് നമ്മളെ ഗോഡ്സില്ലയെ നമ്മളുടെ സ്കാർക്കിങ് മേ ബി എന്തെങ്കിലും പവർ ഉപയോഗിച്ച് കൺട്രോൾ എടുക്കാൻ ചാൻസസ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ജസ്റ്റ് ഒരു ഗസ് മാത്രമാണ്. ആൻഡ് ഒരു പക്ഷേ അല്ലെങ്കിൽ ഒരു സീനിൽ നോക്കുകയാണെങ്കിൽ നമ്മളെ ഗോഡ്സില്ല ഫൈറ്റർ പ്ലാനറ്റിനെ എതിർത്ത് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. മേ ബി നമ്മളുടെ പുതിയ വില്ലനെ, അതായത് ഈ ഷീമോ എന്ന് പറഞ്ഞ വില്ലൻ്റെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഗോഡ്സില്ല ഈ ന്യൂക്ലിയർ പ്ലാനറ്റിനെ പോയി അറ്റാക്ക് ചെയ്തിട്ട് പവേഴ്സ് അബ്സോർവ് ചെയ്യുന്നതായിരിക്കാം. സോ അങ്ങനെ വന്ന ഫൈറ്റേഴ്സ് ജെറ്റ്സിനെ ആയിരിക്കും നമ്മളെ ഗോഡ്സില്ല അടിച്ചിട്ടുണ്ടാവുക.
ആൻഡ് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമ്മളുടെ ജിയ എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക്, ആ കുട്ടിക്ക് ഒക്കെ ആണെങ്കിൽ ഒരു സ്പെഷ്യൽ പവർ കൊടുത്ത പോലെ കാണിക്കുന്നുണ്ട്. ആ കുട്ടിക്ക് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം നമ്മളെ കോങ്ങുമായിട്ട് സംസാരിക്കാനുള്ള കഴിവുണ്ടെന്ന്. ആൻഡ് ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന, ഇല്ലെങ്കിൽ ഫ്യൂച്ചർ കാണാൻ പറ്റുന്ന ഒരു വിഷൻ പോലെ വന്ന് പോകുന്നുണ്ട്. ആ കുട്ടിക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, മോശമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ പോകുന്നുണ്ടെന്ന് ആ കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ കുട്ടിക്ക് മാത്രമല്ല നമ്മളെ കോങ്ങിനും ഗോഡ്സിലേക്കും മനസ്സിലാവുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഈ ഒരു കുട്ടിക്ക് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാനോ ഇല്ലെങ്കിൽ ഫ്യൂച്ചർ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ കാണാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. കാരണം ഒരു സ്പെസിഫിക് സീനിൽ റൂമിൻ്റെ അകത്തുള്ള ആ ക്ലോക്കിൽ എന്തോ ഒരു സിഗ്നൽ വരുന്നുണ്ട്, ഒരു 3 പിരമിഡ് പോലുള്ളൊരു സിഗ്നൽ കാണിക്കുന്നുണ്ട്. നമുക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല എന്താണത് മെൻഷൻ ചെയ്യുന്നുള്ള കാര്യം. അതുപോലെ തന്നെ നമ്മളെ മോത്ര, യെസ്, നമ്മുടെ വലിയ ചിത്രശലഭം ഇതിൻ്റെ അകത്ത് റിട്ടേൺ ആവുന്നുണ്ട്. ഒരു സ്പെസിഫിക് സീനിൽ നമ്മളുടെ ജിയയുടെ കണ്ണിൽ നോക്കുകയാണെങ്കിൽ നമ്മളെ മോത്രയുടെ ആ ഒരു ഇമേജ് റിഫ്ലക്റ്റ് ആകുമ്പോൾ കാണിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു പ്രാവശ്യം നോക്കുകയാണെങ്കിൽ ഒരു ഗോൾഡൻ യെല്ലോയിഷ് കളറിലാണ് വരുന്നത്. സോ ഞാൻ പ്രോബബ്ലി വിചാരിക്കുന്നത് നമ്മളെ ഇസക്കിയെ ആ ഒരു ക്ലാൻ, ആ ഒരു പീപ്പിൾ നോക്കുകയാണെങ്കിൽ മേ ബി മോത്രയായിരിക്കാം സംരക്ഷിച്ച് പ്രാർത്ഥിച്ച് വരുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ഒരു സ്പെസിഫിക് സീനിൽ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ആ സയൻറ്റിസ്റ്റ് ഗ്രൂപ്പ് പോയിട്ട് എന്തോ തൊടാൻ നേരത്തെ റിഫ്ലക്റ്റ് ആകും പോലെ കാണിക്കുന്നുണ്ട്. മേ ബി അത് നമ്മളുടെ പഴയ മോത്രയുടെ ലാർവ ആയിരിക്കാം. ആൻഡ് ഇവിടെ ബേസിക്കലി നമ്മളുടെ സ്കാർക്കിങ്ങും അതുപോലെ തന്നെ ഷീമോയ് എന്ന് പറയുന്ന ആ ഒരു ടൈറ്റനും കൂടെ നമ്മളെ ഗോഡ്സിലെയും കോങ്ങിനെയും ഒരു ഫൈറ്റിന്, ഒരു എന്താ പറയുക, യുദ്ധത്തിനാണ് ക്ഷണിക്കുന്ന പോലെയാണ് പറയുന്നത്. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ അകത്തൊരു ഫസ്റ്റ് ഫൈറ്റ് സീനിൽ നമ്മളുടെ കോങ്ങിൻ്റെ കൈ ബ്രേക്ക് ആവുകയും അതിനുശേഷമാണ് ബീസ്റ്റ് ഗോൺലെറ്റ് എന്ന ഗോൺലെറ്റ് ഇട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് ഈ ഒരു സ്പെസിഫിക് സീനിൽ നിങ്ങൾക്ക് അറിയാം നമ്മളുടെ കോങ്ങിൻ്റെ കൈയെ ബ്രേക്ക് ചെയ്തത് ഷീമോ ആണെന്ന്. കാരണം നമ്മളുടെ ഷീമോയും കോങ്ങിനുള്ള ഫൈറ്റ് കിടക്കുന്നു. ആ ഫൈറ്റിൽ ഷീമോ ആ കോൾഡ് ബ്രെത്ത് നമ്മളുടെ കോങ്ങിന് നേരെ ഉപയോഗിക്കുകയും നമ്മുടെ കോങ് ഗോഡ്സില്ലയുടെ ആ ഒരു അറ്റോമിക് ബ്രെത്ത് തടഞ്ഞതുപോലെ തന്നെ ആ ഒരു ആക്സ് കൊണ്ടുവന്ന് തടയാൻ ശ്രമിക്കുന്നു. പക്ഷേ അത് തടുക്കുന്നില്ല. അതിന് പകരം ആ കൈയെ ഫ്രീസ് ചെയ്യാൻ പോലെ കാണിക്കുന്നുണ്ട്. ആൻഡ് ട്രെയിലറിൽ വന്നിട്ട് സ്പെസിഫിക് ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. നോക്കിയാണെങ്കിൽ ഗോഡ്സില്ല എന്ന് പറയുന്ന ക്രീച്ചർ നാച്ചുറലിൻ്റെ ബാലൻസിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരു ക്രീച്ചറാണ്. നമ്മളെ കോങ് നോക്കുകയാണെങ്കിൽ ഹ്യൂമാനിറ്റിക്ക് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നത്. സോ അത് വെച്ചായിരിക്കും ഈ ഒരു സ്പീഷീസിന് ഫൈറ്റ് ഉണ്ടാകുന്നത്. ഗോഡ്സിലെ സംബന്ധിച്ചുള്ള നാച്ചുറലിൻ്റെ ആ ഒരു എന്താ പറയുക, ഭൂമിയുടെ ബാലൻസ് ആണ് ഗോഡ്സിലെ ഏറ്റവും വലിയ കാര്യം. അതിനെ എതിർത്ത് ആര് നിന്നാലും ഗോഡ്സിലെ ചവിട്ടി കൂട്ടും. പക്ഷേ എയ്ബ്സ് അങ്ങനെയല്ല. എയ്ബ്സ് നോക്കിയാണെങ്കിൽ ഹ്യൂമാനിറ്റിയെ സംരക്ഷിക്കുക എന്നൊരു കർത്തവ്യം അവർക്കുണ്ട്. സോ അതുകൊണ്ടായിരിക്കും ഈ 2 സ്പീഷീസിനും മുമ്പുള്ള കാലങ്ങളിൽ ഫൈറ്റ് നടന്നിട്ടുണ്ടാവുക. സോ ഇതിൽ വേറൊരിലും പറയുന്നുണ്ട് ഇവർ തമ്മിൽ ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്താൽ മതി, ഇവർ അങ്ങോട്ടൊരു സ്നേഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഈ ഒരു ക്രീച്ചറിനെ എതിർത്താൽ മതി എന്നാണ് പറയുന്നത്. സോ സ്കാർക്കിങ്ങിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്നുള്ള കാര്യം നമുക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. ട്രെയിലറിൻ്റെ അവസാന ഭാഗങ്ങളിൽ വരികയാണെങ്കിൽ നമ്മൾ ഡയറക്ടർ പറഞ്ഞ ശേഷം 9 മിനിറ്റ് ഫൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. മുമ്പിലെ ക്ലൈമാക്സ് സമയത്ത് ഇതിലൊരു ഗ്ലിംസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു സൈഡിൽ നമ്മളുടെ ഷീമോയ്ക്കും അതുപോലെ തന്നെ നമ്മളുടെ ഗോഡ്സിലേക്കും ഒരു ഫൈറ്റ് കിടക്കുന്നുണ്ട്. ഒരു സൈഡിൽ നമ്മുടെ സ്കാർക്കിങ്ങിനും കോങ്ങിനും ഒരു ഫൈറ്റ് കിടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സ്പെസിഫൈ സീനിൽ നിങ്ങൾക്ക് അറിയാം നമ്മുടെ കോങ് നോക്കുകയാണെങ്കിൽ നമ്മളെ സ്കാർക്കിൻ്റെ പല്ലിടിച്ചിളക്കുന്നുണ്ട്. യെസ്, ഒറ്റയടിക്ക് പല്ലിടിച്ചിളക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് നോക്കുകയാണെങ്കിൽ ആക്ച്വലി നമ്മുടെ സ്കാർക്കിങ് നോക്കുകയാണെങ്കിൽ ലിറ്റിൽ കോങ്, യെസ്, ആ കൊച്ചു ആ ഒരു കോങ്ങിനെ ഉപദ്രവിക്കാൻ വരാൻ നേരത്താണ് ആ ഒരു ഫൈറ്റ് നടക്കുന്നത്. പെട്ടെന്ന് പോകും. ട്രെയിലർ ഒന്ന് പാസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കാണാൻ കഴിയും നമ്മുടെ സ്കാർക്കിങ്ങിൻ്റെ കയ്യിലെ ലിറ്റിൽ കോങ് ഉണ്ട്. അതിനെന്തോ ചെയ്യാൻ പോയപ്പോഴാണ് നമ്മളെ കോങ് പോയിട്ട് പല്ലിടിച്ചിളക്കിയത്. സോ ഈ ലിറ്റിൽ കോങ്ങിനും ആക്ച്വലി ഈ ഒരു മൂവിക്കകത്ത് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത പോലെ ട്രെയിലറിലും കാണിക്കുന്നുണ്ട്. എന്താണ് ക്ലിയർ ആണെന്ന് നമുക്ക് അറിയത്തില്ല. മേ ബി നമ്മളുടെ സ്കാർക്കിങ്ങിൻ്റെ മോനായിരിക്കുമോ ഈ ലിറ്റിൽ കോങ് എന്ന് പറയുന്നത്. നമ്മുടെ കോങ്ങിൻ്റെ അഡോപ്റ്റീവ് സണ്ണായിട്ടാണ് വരുന്നത് പുള്ളി. മേ ബി നമ്മളുടെ സ്കാർക്കിങ്ങിൻ്റെ മകനായിരിക്കാം. ക്ലിയർ ആയിട്ട് നമുക്ക് അറിയത്തില്ല. സോ ലുക്ക് വൈസ് നമ്മളുടെ കോങ്ങും അതുപോലെ നമ്മളുടെ ഗോഡ്സിലെയും ഭയങ്കര ടെറിഫയിങ് ആയിട്ട് തന്നെ ഉണ്ട്. എസ്പെഷ്യലി ഗോഡ്സിൽ നോക്കിയാണെങ്കിൽ ചറപറാന്ന് ട്രാൻസ്ഫോർമേഷൻസ് മാറിക്കൊണ്ടിരിക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. സോ നമ്മളെ ഷീമുവിൻ്റെ ദൂരെയുള്ള ഒരു ക്ലോസപ്പ് ലുക്ക് നമുക്ക് കിട്ടില്ല. പക്ഷേ ഈ ട്രെയിലറിൽ മിക്കയിടത്തായിട്ടും പലയിടത്തും നമ്മളെ ഹിൻഡ് എന്താ പറയുക, ചെറിയൊരു ഗ്ലിംസ് അന്ന് പോയിട്ടുമുണ്ട്. സോ ഇനി ഒരുപാട് ട്രെയിലർ അന്ന് സ്പോയിലർ ആക്കില്ല എന്ന് വിശ്വസിക്കാം. എനിക്ക് തോന്നുന്നത് വലിയൊരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും. ട്രീറ്റിൻ്റെ അകത്ത് വളരെ വലിയൊരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും ഗോഡ്സില്ല എക്സ് കോങ് കാത്തിരിക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര പേര് സിനിമ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നുള്ള കാര്യം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അതുവരേക്കും ദിസ് ഇസ് വിഷ്ണു ചന്ദ്രൻ സൈനിങ് ഓഫ്.